ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്ഡേറ്റ് ശരിക്കും പറഞ്ഞാൽ ജനറൽ നഴ്സിംഗ്, BS നഴ്സിംഗ് കേരളത്തിൽ അപ്ലൈ ചെയ്ത കുട്ടികളും ചോദിച്ച സംശയങ്ങളെ ആസ്പദമാക്കിയാണ്. പ്രത്യേകിച്ച് LBS മുഖേന റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഒത്തിരിയധികം കുട്ടികൾ ടെൻഷനായിട്ട് ഒത്തിരിയധികം മദേഴ്സ് നഴ്സിംഗ് ഓഫീസ് നമ്പറിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളിലാണ് ഇന്നത്തെ ഓവറോൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, സോ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ LBS വഴി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ റാങ്ക് പൊസിഷൻ കണ്ടിട്ട് അപ്പോൾ 96-95% ഉള്ള കുട്ടികൾ തന്നെ ഞങ്ങൾ ഒത്തിരി റാങ്ക് പുറകിലാണല്ലോ എന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ഒത്തിരി പാനിക്കായിട്ട് ഒത്തിരി പേരൻസും കുട്ടികളും എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പം നിലവിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഒത്തിരി മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ LBS മാത്രമല്ല മറ്റുള്ള അസോസിയേഷൻ അപ്ലൈ ചെയ്യുന്നൊക്കെ ഞാൻ വീഡിയോസിൽ എപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. മറ്റുള്ള അസോസിയേഷൻസ് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ച കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് 95 ഒക്കെ ഉള്ളവർ നമുക്ക് അത്രയും പാനിക്കാണ്ട് ആവശ്യമില്ല, ഞങ്ങൾക്ക് കിട്ടാതെ വരുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ മറ്റുള്ള അസോസിയേഷൻ ആയിട്ട് മൂവ് ഓൺ ചെയ്യുമ്പോൾ അതുവഴി നമുക്ക് അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ LBS മാത്രമായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. ചില ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് PNCമാർക്ക് ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ LBSന് വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പം നിലവിൽ നിങ്ങൾ അങ്ങനെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനേ ഞാൻ അഡ്വൈസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു 91% ഉള്ള കുട്ടികളൊക്കെ നമുക്ക് പിന്നെ ഹോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ മദേഴ്സ് നഴ്സിംഗ് ഒഫീഷ്യൽ ഗ്രൂപ്പിലും ഒക്കെ ഞാൻ കണ്ടത് അതിൽ 90 താഴെയുള്ള കുട്ടികളാണ് ഔട്ട്സൈഡ് നോക്കേണ്ടതെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ വന്നതിനെ ആസ്പദമാക്കി പറയുകയാണെങ്കിൽ ഒരു 90-91 ഉള്ളവർക്കാണെങ്കിൽ നമുക്കൊരു 100% അഷ്യൂരിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള അസോസിയേഷനിലൊക്കെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ അങ്ങനെ, പക്ഷെ 100% നമുക്ക് അഷ്യൂരിറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് നമുക്ക് കേരളത്തിന് പുറത്ത് നോക്കുന്നതിന് തെറ്റില്ല. പിന്നെ കേരളത്തിന് പുറത്ത് സീറ്റ് ഉണ്ടാവുമോ എന്നാണ് കുറേ പേര് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കിൻ്റെ അകത്ത് പറയാനും ആവർത്തിക്കാനും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കിനെ മാത്രം അടിസ്ഥാനപ്പെട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന കോളേജസിൽ സീറ്റ് എല്ലാം ഫുൾഫിൽ ആയിട്ടില്ല. അവർ മാർക്ക് ബേസ്ഡ് മാത്രം നമുക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ ചില മെഡിക്കൽ കോളേജസിലൊക്കെ അങ്ങനെ പ്രോസസ്സ് പോകുന്ന മെഡിക്കൽ കോളേജസ് ഉണ്ട്. നീറ്റ് അപ്ലൈ ചെയ്തവർക്ക് ആന്ധ്ര പോലുള്ള മെഡിക്കൽ കോളേജസിലേക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പറ്റിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, സംശയമുള്ളവർ മദേഴ്സ് നഴ്സിംഗിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിൽ തന്നെ ചോദിക്കുക. അപ്പം മാർക്ക് ബേസിസ് മാത്രമാണ് അവർ കൂടുതൽ എടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ ഔട്ട്സൈഡ് കോളേജസിൽ പഠിക്കുന്നതിൽ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് INC റെഗുലേഷൻസ്, കറക്റ്റായിട്ട് ടീച്ചിങ് സപ്പോർട്ട് എല്ലാം കറക്റ്റായിട്ട് പോകുന്ന കോളേജിൽ എടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. പ്രത്യേകമായി അവർക്ക് 2 ക്രൈറ്റീരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചിങ് സപ്പോർട്ട് ഇല്ലെങ്കിൽ സെമസ്റ്റർ സിസ്റ്റമാണ് നമുക്ക് പഠിച്ച് കയറി വരാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഞാനൊരു ടീച്ചറാണ്. നഴ്സിംഗിൽ എന്തൊക്കെ അപ്ഗ്രേഡേഷൻസ് വന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ എപ്പോഴും ചാനൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും ആവർത്തിക്കുന്നതാണ്. ടീച്ചിങ് സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാൻഡേറ്ററി ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ റെഗുലേഷൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ ജനറൽ നഴ്സിംഗ് നോക്കുന്നതിൽ നല്ലതായിരിക്കുമോ എന്ന് സജഷൻ ചോദിക്കുന്നവരാണ്. അപ്പോൾ നാട്ടിലാണ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു സെക്ഷനിലേക്കുള്ള ഇത് ഓപ്ഷൻ കഴിഞ്ഞിരിക്കുന്നു. പ്രൈവറ്റിൽ നിന്നാലും ചിലയിടത്തൊക്കെ ക്ലോസ് ആയിട്ടുണ്ട്. നിങ്ങൾ നിയർ ബൈ സ്ഥാപനങ്ങൾ എൻക്വയറി ചെയ്യാൻ അല്ലെങ്കിൽ കേരള ബോർഡറിലുള്ള സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് ജനറൽ നഴ്സിംഗ് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. പക്ഷേ അതും ഞാൻ പറഞ്ഞല്ലോ, INC റെഗുലേഷൻസ് കറക്റ്റായിട്ട് പോകുന്ന കോളേജ് ഇപ്പോഴും എടുക്കുക. ഹോസ്പിറ്റലോട് കൂടിയിട്ടുള്ള കോളേജസ് ആണെങ്കിൽ അങ്ങനെ, പക്ഷേ അല്ലാത്ത വശമാണെങ്കിൽ INC റെഗുലേഷൻസ് കറക്റ്റായിട്ട് ഫോർമുലേറ്റ് ചെയ്ത് പോകുന്ന കോളേജാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ജനറൽ നഴ്സിംഗിന് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മദേഴ്സ് നഴ്സിംഗിൻ്റെ ഒഫീഷ്യൽ നമ്പർ ചോദിക്കാവുന്നതാണ്. എനിക്കിപ്പോഴും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ LBS മാത്രമായിട്ട് കേന്ദ്രീകരിച്ച് നിൽക്കരുത്. മറ്റുള്ള ആപ്ലിക്കേഷൻ സമർപ്പിച്ച കുട്ടികൾ മറ്റുള്ള അസോസിയേഷൻ അപ്ഡേഷൻ അനുസരിച്ച് കറക്റ്റ് കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യുക, അതനുസരിച്ച് പോവുക. അതുപോലെ തന്നെ 90 താഴെ നിൽക്കുന്ന കുട്ടികൾ ഇപ്പോഴും സ്റ്റിൽ നാട്ടിൽ വെയിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നഴ്സിംഗ് ആണ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നതാണെങ്കിൽ പുറത്തേക്ക് ചിന്തിക്കൽ തെറ്റില്ല. കാര്യം അങ്ങനെ ചോദിക്കുന്ന ഒത്തിരിയധികം പേരൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇൻഡിവിജ്വൽ റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. സമയമെടുത്താണ് റിപ്ലൈ ചെയ്യുന്നത്. എന്നിരുന്നാലും നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാം. ഞാൻ അപ്ഡേറ്റ്സ് മദേഴ്സ് നഴ്സിംഗ് ഒഫീഷ്യൽ നമ്പറിൽ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ ഗ്രൂപ്പിൻ്റെ അപ്ഡേഷൻസ് നോക്കാം. ചാനലിലെ വീഡിയോസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, നഴ്സിംഗിൻ്റെ എന്തെങ്കിലും ചേഞ്ചസോ അപ്ഗ്രഡേഷൻസോ ഒക്കെ ഞാൻ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പം ഈ LBS ആണ് ബെറ്റർ ഓപ്ഷൻ, PNCമാർക്കാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു നിലപാടനുസരിച്ച് നല്ല ഹൈ മാർക്സ് ഉള്ള കുട്ടികൾക്ക് തന്നെ LBS മാത്രമായിട്ട് നിന്ന് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസിൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ മറ്റുള്ള അസോസിയേഷൻസിൽ അപ്ലൈ ചെയ്ത കുട്ടികൾ അങ്ങനെ ലഭിക്കുന്നതനുസരിച്ച് മൂവ് ഓൺ ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. ഓക്കെ, എനിവേ നഴ്സിംഗ് ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് നമ്മുടെ ചാനൽ വരും. വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. മറ്റൊരു നഴ്സിംഗ് അപ്ഡേഷൻ വീഡിയോ ആയിട്ട് കാണുന്നവരത്തില്ലേ. താങ്ക് യു.